നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശ്ശൂരിൽ 60,000-ലധികം കള്ളവോട്ട് നടത്തിയാണോ സുരേഷ് ഗോപി ജയിച്ചത്? ശരി, അങ്ങനെ തന്നെ ആകട്ടെ. എന്നാൽ കേരളം ഭരിക്കുന്ന, ഇതുവരെ ഭരിച്ചുകൊണ്ടിരുന്ന ഇടത് വലത് മുന്നണികളെ കബളിപ്പിച്ചുകൊണ്ട് ഒരു MLA പോലുമില്ലാത്ത, അവകാശപ്പെടാൻ സാധിക്കാത്ത BJP ഇങ്ങനൊരു വലിയ കൃത്രിമം കാട്ടിയെന്ന് പറയുമ്പോൾ നിനക്കൊക്കെ ജീവിച്ചിരിക്കുന്നതിലും നല്ലത് കെട്ടിത്തൂങ്ങി ചാകുന്നതല്ലേ എന്നാണ് ഒരു ചോദ്യം പ്രസക്തമായി ഉയർത്തിയിരിക്കുന്നത്. വളരെ ശരിയായിട്ടുള്ളൊരു വിഷയമാണ്. കാരണം ഇടത് വലത് മുന്നണികളെ അതിരൂക്ഷമായ ഭാഷയിൽ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇങ്ങനെയാണ് പരിഹസിച്ചത്. കാരണം കേരളം ഭരിക്കുന്നത് ആരാണ്? കേരളത്തിലെ പ്രതിപക്ഷം ആരാണ്? അവിടെ കേവലം 20% താഴെ മാത്രം വോട്ട് വിഹിതമുള്ള, അതും ഈ അടുത്ത 20% എത്തിയ ഒരു പാർട്ടി 60,000-ലധികം വോട്ട് അധികമായി അട്ടിമറിച്ച് വിജയത്തിലെത്തിയെന്ന് പറയുമ്പോൾ അതാരുടെ പിടിപ്പുകേടാണ്? കള്ളവോട്ട് ചെയ്തെങ്കിൽ അതാരുടെ ശ്രദ്ധക്കുറവാണ്, നോട്ടക്കുറവാണ്? ഈ ഒരു കാര്യമാണ് സുരേന്ദ്രൻ ഉന്നയിക്കുന്നത്. തൃശ്ശൂരിൽ 60,000 വോട്ട് ചേർത്തെങ്കിൽ എന്തുകൊണ്ട് ഇടത് വലത് മുന്നണികൾക്ക് ഇതിനു മുൻപ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് 1.5 വർഷത്തിന് ശേഷം ഇതിപ്പോൾ വലിയ വിവാദമാക്കുന്നു? അതിനന്ന് കഴിഞ്ഞില്ലെങ്കിൽ അങ്ങനെ കഴിയാത്തവർ കെട്ടിത്തൂങ്ങി ചാകുന്നതാണ് നല്ലതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സുരേഷ് ഗോപി 2 വർഷമായി തൃശ്ശൂരിൽ സജീവമായി തന്നെ MP എന്ന നിലയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തേക്കിൻകാട് വന്ന സമയത്താണ് സുരേഷ് ഗോപി മത്സരിക്കുമെന്ന കാര്യം തീരുമാനമായത്. ശേഷം സുരേഷ് ഗോപിയും കുടുംബവും സഹപ്രവർത്തകരും വീട് വാടകയ്ക്കെടുത്ത് തൃശ്ശൂരിൽ താമസിച്ചു. അന്ന് തലകുത്തി മറിഞ്ഞാലും സുരേഷ് ഗോപി ജയിക്കില്ലെന്നാണ് CPM-ഉം കോൺഗ്രസും പറഞ്ഞത്. 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചു. 60,000 കള്ളവോട്ട് ചേർത്തു. അതുകൊണ്ട് സുരേഷ് ഗോപി രാജിവെക്കണമെന്നാണ് കേരളത്തിലെ ഒരു മന്ത്രി പറയുന്നത്. ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടി 60,000 വോട്ട് ചേർത്തെന്നാണ് ഇവർ പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ കെട്ടിത്തൂങ്ങി ചാകുന്നതാണ് നല്ലത്. ഇപ്പോൾ പുറത്തു വരുന്ന ആരോപണങ്ങൾ CPM-ൻ്റെ വകയാണ്. വീട്ടമ്മയെ കൊണ്ട് ആർക്കും എന്ത് പറയിപ്പിക്കാം. അന്ന് ആക്ഷേപം ഉന്നയിക്കാത്ത ആളുകൾ ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നു. പരാതിയിൽ നടപടിയെടുക്കേണ്ടത് BJP അല്ലല്ലോ എന്നാണ് സുരേന്ദ്രൻ ചോദിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അത് മാധ്യമങ്ങളിലൂടെയല്ല വിളിച്ചു പറയേണ്ടത്, പകരം നിയമപരമായി മുന്നോട്ട് പോകണം. 2029 മാത്രമല്ല, 2034 സുരേഷ് ഗോപി ഇവിടെ തന്നെ ഉണ്ടാകും. ഇരട്ടി ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്യും. നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും കുറുനെരികൾ ഓരിയിടുക തന്നെ ചെയ്യുമെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നിനു പിറകെ മറ്റൊന്നായി BJP നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ, കേരളത്തിലടക്കം തൃശ്ശൂരിലടക്കം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിക്കെതിരെ കൂടി ഗുരുതര ആരോപണം BJP സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നതിന് മുൻപ് എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ പേര് ആ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള രേഖയും അനുരാഗ് ഠാക്കൂർ പുറത്തുവിട്ടിരിക്കുകയാണ്. 1946 ഇറ്റലിയിൽ ജനിച്ച സോണിയാഗാന്ധിയുടെ പേര് ഇന്ത്യൻ പൗരയാകുന്നതിന് 1 വർഷം മുന്നേ 1980 വോട്ടർ പട്ടികയിൽ അടക്കമുണ്ട്. സഫർജംഗ് റോഡിലെ 145-ാം ബൂത്തിലെ വോട്ടറായിരുന്നു സോണിയാഗാന്ധി എന്നാണ് ഈ രേഖ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അനധികൃത കുടിയേറ്റക്കാർക്ക് വേണ്ടിയും കള്ളവോട്ടിന് വേണ്ടിയുമാണ് കോൺഗ്രസ് ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് അനുരാഗ് ഠാക്കൂറിൻ്റെ പരിഹാസം. ഇത്രയധികം കാര്യങ്ങൾ 6 മാസം ഗവേഷണം നടത്തി പഠിച്ച രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് തൻ്റെ മാതാവിൻ്റെയും അമ്മുമ്മയുടെയും ഒക്കെ തന്നെ ഈ കള്ളത്തരങ്ങൾ ആദ്യം മനസ്സിലാക്കിയില്ല എന്നുള്ള പരിഹാസം ഇതിന് പിറകെ BJP ഹാൻഡിലുകളിൽ കാണുകയാണ്. 1983 സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടിയത്. എന്നാൽ അതിനു മുന്നേ തന്നെ ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ സോണിയാഗാന്ധി ഉണ്ടെന്നാണ് BJP പറയുന്നത്. ഇന്ത്യൻ പൗരത്വം നേടാത്തപ്പോൾ തന്നെ സോണിയാഗാന്ധി ഇന്ത്യയിലെ വോട്ടർ ആയിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന 1980 വോട്ടർ പട്ടികയുടെ പകർപ്പും അമിത് മാളവ്യ X ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഇതൊരു തിരഞ്ഞെടുപ്പ് തട്ടിപ്പല്ലെങ്കിൽ പിന്നെ എന്താണ്? 45 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കോൺഗ്രസ് നടത്തിയ തട്ടിപ്പ്. 1968 രാജീവ് ഗാന്ധിയെ വിവാഹം കഴിച്ച സോണിയാഗാന്ധിയുടെ പേര് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിൽ താമസിക്കുമ്പോൾ 1980 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ വോട്ടർ പട്ടികയിലേക്ക് കൂട്ടിച്ചേർത്തു. അതും അനധികൃതമായി തട്ടിപ്പ് നടത്തി. റായ്ബറേലിയിലെ കള്ളവോട്ടും BJP പ്രത്യേകമായി എടുത്തു കാണിക്കുന്നുണ്ട്. ഇത് ഒരിടത്ത് മാത്രം സംഭവിക്കുന്നതല്ല, പലയിടത്തായി പല രാഷ്ട്രീയ പാർട്ടികൾ നടത്തി വരുന്നതാണെന്ന് വേണം ഇത് കേൾക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരാൾക്ക് 3 വോട്ടർ കാർഡുണ്ടെന്ന് അനുരാഗ് ഠാക്കൂർ പറയുന്നു. 47 വോട്ടർമാർക്കും ഒരേ ഒരു അഡ്രസ്സാണ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച അതേ കാര്യം തന്നെയാണ് കോൺഗ്രസിനെതിരെയും BJP ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിലടക്കം കള്ളവോട്ട് നടന്നിരിക്കുന്നുവെന്നാണ് അനുരാഗ് ഠാക്കൂർ പറയുന്നത്. ഒരു ഇന്ത്യൻ പൗരന് മാത്രമേ വോട്ടറാകാൻ കഴിയൂ എന്ന നിയമത്തിൻ്റെ വ്യക്തമായ ലംഘനമടക്കം നടത്തിയത് കോൺഗ്രസ് ആണ്. പിന്നീട് 1982 പ്രതിഷേധമുണ്ടായപ്പോഴാണ് അവരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതെന്നും ഇക്കൂട്ടത്തിൽ തന്നെ BJP ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.
1983 ഇന്ത്യൻ പൗരത്വം നേടിയതിനു ശേഷം വീണ്ടും പേര് വോട്ടർ പട്ടികയിൽ ചേർത്തു. അതും തട്ടിപ്പാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള കട്ട് ഓഫ് ഡേറ്റ് ജനുവരി 1 മുന്നേ ആയിരിക്കണം. പക്ഷേ സോണിയാഗാന്ധിക്ക് പൗരത്വം കിട്ടിയത് ഏപ്രിൽ മാസത്തിലായിരുന്നു. പിന്നെ എങ്ങനെയാണ് ആ വർഷം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായി സാധിച്ചത്? അതിലൊക്കെ തന്നെ കൃത്രിമം നടന്നിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അനുരാഗ് ഠാക്കൂർ പറയുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെയും രൂക്ഷമായി തന്നെ ആഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം മഹാരാഷ്ട്രയിലും കർണാടകയിലും നടന്ന തിരഞ്ഞെടുപ്പുകളിൽ വോട്ടർ തട്ടിപ്പുകളെക്കുറിച്ചുള്ള രാഹുലിൻ്റെ ആരോപണങ്ങൾ തികച്ചും തെറ്റാണെന്നുള്ളത് തെളിയിക്കാൻ സാധിക്കും. ഈ തെറ്റായ വിവരങ്ങൾ രാഹുൽ ഗാന്ധി പ്രചരിപ്പിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു. വയനാട്ടിലടക്കം വ്യാപകമായി കള്ളവോട്ട് നടന്നിട്ടുണ്ട്. 52 വോട്ടർമാർക്കും എങ്ങനെയാണ് ഒരു അഡ്രസ്സ് വരുന്നത്? അതും കേരളത്തിലെ കാര്യം. വണ്ടൂർ, ഏറനാട് മണ്ഡലങ്ങളിലൊക്കെ ഇത്തരത്തിൽ കള്ളവോട്ട് നടന്നിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. തിരുവമ്പാടി മണ്ഡലത്തിലും സമാനമായി കള്ളവോട്ട് ഉണ്ടായിട്ടുണ്ട്. കൽപ്പറ്റ മണ്ഡലത്തിലും കള്ളവോട്ട് നടന്നു. സ്റ്റാലിൻ്റെയും അഖിലേഷ് യാദവിൻ്റെയും മണ്ഡലങ്ങളിലടക്കം വ്യാപകമായി ഇത്തരത്തിൽ കള്ളവോട്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ് അനുരാഗ് ഠാക്കൂർ കൃത്യമായ തെളിവടക്കം ചൂണ്ടിക്കാട്ടി ആരോപിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലമായ, മുൻപ് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിലും ഇങ്ങനെ വ്യാപകമായ കള്ളവോട്ട് നടന്നുവെന്നുള്ളത് കേരളത്തിൽ തൃശ്ശൂരിൽ BJPക്കെതിരെ CPMും കോൺഗ്രസും ഉയർത്തുന്ന ആയുധങ്ങളുടെ മുനയൊടിക്കുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ BJP സംസ്ഥാന മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഇന്ന് ശക്തമായി തന്നെ ചോദിച്ചിരുന്നു, 60,000 വോട്ട് കള്ളവോട്ട് നടത്തിയെന്ന് CPMും കോൺഗ്രസും പറയുന്നെങ്കിൽ നിങ്ങളൊക്കെ ഇത്രയും കാലം എവിടെയായിരുന്നു? ഇതൊക്കെ ഒരു MLA പോലും ഇല്ലാത്ത BJP ഇത് കേരളത്തിൽ നടത്തിയെങ്കിൽ നിങ്ങളൊക്കെ തന്നെ മണ്ടന്മാരല്ലേ എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യമായിരുന്നു K. സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപ്പോൾ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ചില കാര്യമായി ആരോപണമായി മാത്രം ഇത് മാറ്റുകയാണ്. അതോടൊപ്പം ഏറ്റവും ഗുരുതരമായൊരു വിഷയം BJP പറയുന്നത് വയനാട്ടിൽ 1 ലക്ഷത്തിനടുത്ത് സംശയാസ്പദമായ വോട്ടർമാരുണ്ട്. 93,499 വോട്ടർമാർ എങ്ങനെ വന്നു എന്നുള്ള ചോദ്യം BJP ഉയർത്തുകയാണ്. 20,438 വ്യാജ വോട്ടർമാർ അതിൽ ഉൾപ്പെട്ടെന്നും 17,450 വ്യാജ വിലാസങ്ങളുള്ള വോട്ടർമാർ ഉൾപ്പെട്ടിരിക്കുന്നുവെന്നുമാണ് ആരോപണം. 51,365 വോട്ടർമാരെയാണ് കൂട്ടിച്ചേർക്കലിലൂടെ വോട്ടർ പട്ടികയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിക്ക് മുന്നേ 2 തവണ രാഹുൽ ഗാന്ധി ആയിരുന്നു ആ മണ്ഡലത്തിൽ വിജയിച്ചത്. രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലമായിട്ടുള്ള റായ്ബറേലിയിലാകട്ടെ 2 ലക്ഷത്തിലധികം സംശയാസ്പദമായ വോട്ടർമാരുണ്ട്. ഇത്തരത്തിൽ 3 ലക്ഷത്തിലധികം വോട്ടർമാർ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മാത്രം വയനാട്, റായ്ബറേലി മണ്ഡലങ്ങളിൽ ചേർക്കപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. 19,512 വ്യാജ വോട്ടർമാരും 71,977 വ്യാജ വിലാസങ്ങളുമുള്ള വോട്ടർമാരും കൂട്ടിച്ചേർക്കലിലൂടെ 92,747 വോട്ടർമാരും ഇവിടെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു. അതെങ്ങനെ? അത് എന്തിനു വേണ്ടിയായിരുന്നു? രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി കോൺഗ്രസ് തന്നെ നടത്തിയ തിരഞ്ഞെടുപ്പിലെ അട്ടിമറി തന്നെയല്ലേ ഇത് എന്നുള്ള ചോദ്യമാണ് BJP തിരിച്ചുന്നയിക്കുന്നത്. വോട്ടർ പട്ടികയിൽ വിചിത്രമായ അപാകതകളുണ്ട്. 52,000-ലധികം വ്യാജ ജനന സർട്ടിഫിക്കറ്റുകൾ വ്യാജ വിലാസങ്ങളുമായി ബന്ധിപ്പിച്ചത് എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി?